ഹലോ ഗായ്സ്, നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന സ്നാക്സിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്നാക്സ് ആണ് ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത്. എന്താണ്? ക്യാരറ്റ് പോള. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഞാൻ മുന്നേ കഴിച്ചതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി നമ്മളൊന്ന് പരിചയപ്പെടുത്തി തരാം. ഞാനിവിടെ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് അടിപൊളി വൃത്തിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതെന്താക്കുക, ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിൽ വേവിച്ചെടുക്കുക. അതിൽ ആവശ്യത്തിന് വെള്ളം, അതായത് ഈ ക്യാരറ്റ് മുങ്ങിക്കിടക്കത്തൊക്കെ വണ്ണം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 വിസിലങ്ങ് അടിച്ച് എടുക്കാം. അങ്ങനെ 2 വിസിലിന് ശേഷം നമ്മളെ ക്യാരറ്റ് അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നല്ലോണം തണിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി ചെയ്യാം. ക്യാരറ്റ് ഇതാ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമെല്ലാം ഞാൻ വെന്തപ്പാട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇടാം. ഇനി നമുക്കിതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇടാം. ഇനി ഇതിൽ നമുക്ക് രണ്ട് മുട്ട വേണം. 2 മുട്ട ഇതിൻ്റെ നമുക്ക് ഇനി ഇടാം, പൊട്ടിച്ച് വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ഏലക്കായ് ഇടാം. ഏലക്കായ് പൊടിച്ചതെന്ന് ഏറ്റവും നല്ലത്. പൊടിച്ചതില്ലാത്തതുകൊണ്ട് ഞാനൊരു 3 ഏലക്കായ്, ചെറിയൊരു 3 ഏലക്കായ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് നമുക്ക് പഞ്ചസാര ഇടാം. ഞാനിവിടെ ഏകദേശം ഒരു 3 സ്പൂണ് പഞ്ചസാര ഇട്ടിനെന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമുക്ക് പാൽപ്പൊടിയാണ് വേണ്ടത്. പാൽപ്പൊടിയും ഇതുപോലത്തെ 2-2.5 സ്പൂണ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഏകദേശം ഒരു കൈക്കടക്ക് അങ്ങനെ അങ്ങ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം കൂടെ അടിച്ചെടുക്കാം. കട്ടയൊന്നും ഇല്ലാണ്ട് അടിപൊളിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ്. നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ലേശം നെയ്യ് നന്നായിട്ട് തടകിയിട്ട് അത് നമുക്ക് ഇനി അടുപ്പിലേക്ക് എടുത്തു വെക്കാം. ഇത് ഗ്യാസ് നമുക്ക് ഓണാക്കാം. ഇത് കുറച്ചൊന്ന് ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മളെ ബാറ്റർ ഒഴിക്കാം. ഇനി നമ്മളെ ബാറ്റർ നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. പാൻ അടിപൊളിയായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സമയം ഇത് മൂടി വെക്കാം. ഒരു 10 മിനിറ്റ് മൂടി വെക്കാം. നമുക്കിനി അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയിലും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ 2 വിധം മുന്തിരിങ്ങയുടെ എടുത്തിട്ടുണ്ട്. നമുക്കിത് ആവിയിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കുകയും ചെയ്യാം. പക്ഷേങ്കിൽ ഈ ഗ്യാസ് സ്റ്റോപ്പിൽ വെക്കുമ്പോൾ ആ ടേസ്റ്റ്, പക്ഷേ ആവിയിൽ വെക്കുമ്പോൾ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ആ ഒരു ബ്രൗൺ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവലുണ്ട്. അങ്ങനെ നമ്മളിതൊരു പകുതി വേവായതിന് ശേഷമാണ് നട്ട്സ് എല്ലാം വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് ആദ്യമേ വെച്ച് കഴിഞ്ഞാൽ അതിലങ്ങനെ താണു പോകും. അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. നമുക്ക് ഇതുപോലെ വെച്ചിട്ട് ചെയ്യാം. പകുതി വെന്തതിന് ശേഷം ഏകദേശം ഒരു 10-20 മിനിറ്റ് ടൈം എടുത്തിന് ഇത് റെഡിയാവാൻ വേണ്ടിയിട്ട്. എന്തോ ഒരു ടൂത്ത് പിക്കല്ലുണ്ടെങ്കിൽ ജസ്റ്റ് കുത്തി നോക്കിയാലും മതി. ഇതിപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്, നല്ല പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ആയി എന്നാണ് അർത്ഥം. ഇങ്ങനെ റെഡിയായി. അങ്ങനെ നമ്മൾ അടിപൊളി ക്യാരറ്റ് പോലെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളുടെ ക്യാരറ്റ് പോള റെഡിയായി. അടിപൊളിയാണ്. നല്ല മധുരം. ആ നട്ട്സിൻ്റെ കൂടെ ഇങ്ങനെ പൊട്ടിച്ച് കഴിക്കാൻ സൂപ്പർ. അങ്ങനെ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക,
ഷെയർ ചെയ്യുക. പിന്നെ നമ്മൾ ക്യാരറ്റ് പോള ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അത്രയും ഇന്നത്തെ വിശേഷമൊക്കെ. ബൈ.